ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് റിക്വസ്റ്റ് വന്ന ഒരു റീഡിംഗ് തന്നെയാണ്. നിങ്ങളുമായിട്ട് സെപ്പറേഷൻ ഫേസിൽ അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് അകന്ന് നിൽക്കുന്ന ആ ഒരു വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്താണെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ പലർക്കും സംശയമാണ്, അവരോട് മിണ്ടാതിരിക്കുമ്പോൾ ഈ ഒരു പേഴ്സൺ ഹാപ്പി ആയിട്ടാണോ, അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ലൈഫിൽ സന്തോഷകരമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ടോ, ഇവർ ഓർക്കുന്നുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. അപ്പോൾ നമുക്ക് അതിൻ്റെ സിറ്റുവേഷനിലേക്ക് പോവാം. അതിനുശേഷം നിങ്ങളോടുള്ള അവരുടെ ഇപ്പോഴത്തെ ഒരു മനോഭാവം എന്താണെന്നുള്ളത് നമുക്ക് ഓവറോൾ എനർജി ആയിട്ട് കൂടി നോക്കാം. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണെന്നുള്ളത് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം ഒരു ഗൈഡൻസായി എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ടുകളഞ്ഞേക്കുക. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. ഈ ഒരു സമയം നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ച് വളരെ പോസിറ്റീവായി ആലോചിച്ചുകൊണ്ട് തന്നെ റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവാൻ ശ്രമിക്കുക. ഓക്കെ, നമുക്ക് നോക്കാം. അവെയർനെസ്, ഇന്നർ വോയിസ്, പൊളിറ്റിക്സ്, ഓർഡിനറീസ്, intensity, change, healing, possibilities, guidance, aloneness, lovers, conditioning, the fool, totality, breakthrough, traveling. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്ന കാര്യം, നിങ്ങളുടെ വ്യക്തിക്ക് ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളുമായിട്ട് ഒരു കോൺടാക്റ്റിൽ ഉണ്ടായിരുന്നപ്പോൾ, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്നപ്പോൾ എങ്ങനെയാണോ, അതിൽ നിന്ന് അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് ഇറങ്ങിപ്പോയപ്പോൾ എങ്ങനെയായിരുന്നു, അതിൽ നിന്നെല്ലാം ഈ ഒരു പേഴ്സണ് നല്ല രീതിയിലുള്ള മാറ്റം വന്നിട്ടുണ്ട്. ഈ ഒരു മാറ്റം എന്ന് പറയുമ്പോഴത്തേക്കും പെട്ടെന്ന് സഡനായിട്ട് ഉണ്ടാവുന്നതല്ല. തീർച്ചയായിട്ടും ഈ ഒരു സെപ്പറേഷൻ ഫേസ് തുടങ്ങിയിട്ടും കുറച്ച് കാലങ്ങളായിട്ടുള്ള, അല്ലെങ്കിൽ ഒരു അകൽച്ച, ആ ഒരു മാനസികമായിട്ട് അകന്ന് നിൽക്കുന്ന അവസ്ഥയൊക്കെ തുടങ്ങിയിട്ട് കുറച്ചധികം നാളുകളായിട്ടുള്ള വ്യക്തികളുടെയും ഒരു എനർജി ആണെന്ന് പറയാം. എനിക്ക് തോന്നുന്നു ഈ കഴിഞ്ഞ 2-3 ദിവസങ്ങളിലായിട്ട് നമുക്ക് അങ്ങനെയുള്ളവരുടെ ഒരു എനർജിയാണ് കുറച്ച് കയറി നിൽക്കുന്നത്. സ്പിരിച്വലി കുറച്ച് കണക്റ്റ് ആവാൻ ശ്രമിക്കുന്ന ആൾക്കാരുടെ എനർജി കയറി നിൽക്കുന്നുണ്ട്. ഓരോ ടൈം പീരീഡിലും നമ്മൾ എടുക്കുമ്പോഴത്തേക്കും അത് കാണാനായിട്ട് സാധിക്കും. ചില സമയത്ത് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ്ലി 3-4 ദിവസത്തേക്ക് ഭയങ്കരമായിട്ട് താഴെ പോയിട്ടുള്ള, അല്ലെങ്കിൽ ഒരുപാട് സ്ട്രഗിൾ അനുഭവിക്കുന്ന, നിങ്ങളുടെ എനർജി എടുക്കുമ്പോഴാണെന്നുണ്ടെങ്കിലും അങ്ങനെയുള്ളവരെ നമുക്ക് കാണാം. ചില സമയത്ത് നമ്മൾ ഭയങ്കരമായിട്ട് റീയൂണിയൻ പോസിബിലിറ്റിയിലേക്ക് വരുന്ന, അല്ലെങ്കിൽ റീയൂണിയൻ കിട്ടിയിട്ടുള്ളവരുടെ എനർജിയിലേക്ക് വരാറുണ്ട്. അത് നമ്മളുടെ ആ ഒരു വ്യൂവേഴ്സിൻ്റെ ഒരു എനർജിയുടെ ഒരു പുഷും കൂടി ഇതിനകത്ത് വരുന്നതുകൊണ്ടായിരിക്കാം മേ ബി അങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ഇവിടെ ഈ ഒരു പേഴ്സണ് നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. സംഭവിച്ചു കഴിഞ്ഞു എന്ന് പറയാൻ പറ്റില്ല, സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നേ പറയാൻ പറ്റുള്ളൂ. കാരണം പതിയെ പതിയെ ഓരോ കാര്യങ്ങൾ ഗ്രാജുവലി ആയിട്ട് ആ ഒരു വ്യക്തി മനസ്സിലാക്കി വരുന്നതായിട്ട് നമുക്ക് കാണാം. അതായത് തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ നിങ്ങളിൽ നിന്ന് മാറി നിന്നിട്ടുള്ളത്, അല്ലെങ്കിൽ മാറി നിൽക്കേണ്ടുന്ന സാഹചര്യം, അല്ലെങ്കിൽ ഒരു നിങ്ങൾ തമ്മിലുള്ള അകൽച്ച വന്നത് മറ്റൊരു സാഹചര്യം, അല്ലെങ്കിൽ മറ്റൊരു തടസ്സം നിങ്ങൾക്കിടയിലുള്ളത് കൊണ്ടാണ്. ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളതുകൊണ്ട് തന്നെയായിരിക്കണം ഈ ഒരു പേഴ്സൺ നിങ്ങളുമായിട്ട് അകന്നു പോയിട്ടുള്ളത്. ആ ഒരു മാനസികമായിട്ടുള്ള അകൽച്ചയാണെന്നുണ്ടെങ്കിലും സംഭവിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെയായിരിക്കാം. അപ്പോൾ നിങ്ങളോട് ഈ ഒരു വ്യക്തി കാണിച്ചത് എന്താണ്, അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ലൈഫിൽ അവർ ഏത് കാര്യമാണോ ചൂസ് ചെയ്തത്, അതിലെന്താണ് ഈ ഒരു പേഴ്സൺ നേടിയത്, ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും അവർ ഡേ ബൈ ഡേ മനസ്സിലാക്കി എടുക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഇവിടെ ആദ്യത്തെ എനർജീസൊക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവയർനെസ്, ഇന്നർ വോയിസ്, പൊളിറ്റിക്സ്, ഓർഡിനറി എനർജീസൊക്കെയാണ് നമുക്കിവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സണെ ചിലപ്പോൾ നിങ്ങൾ നേരത്തെയൊക്കെ സ്പൈ ചെയ്യുമ്പോൾ അവർ വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നിയേക്കാം. അല്ലെങ്കിൽ ഇവർക്കൊരു പ്രശ്നമില്ല, ഞാൻ ഇവിടെ ഒരുപാട് സങ്കടപ്പെടുന്നു, ഈ ഒരു പേഴ്സൺ വളരെയധികം ഹാപ്പി ആണല്ലോ, അവരുടെ ലൈഫ് അവർ എൻജോയ് ചെയ്യുമ്പോഴാണ് ഞാനിങ്ങനെ കരഞ്ഞിരിക്കുന്നതെന്നൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നിയേക്കാം. കാരണം ആ ഒരു പേഴ്സൺ ആ സമയത്ത് അവരുടെ ഒരു ഫേക്ക് ഫേസ് ഇട്ട് നിന്നിരുന്നതായിട്ടാണ് നമുക്ക് കാണുന്നത്. അതായത് ചില സത്യങ്ങളും കാര്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞിട്ടും മനസ്സിലാക്കിയിട്ടും ആ ഒരു പേഴ്സൺ ചിലപ്പോൾ കൂടെയുള്ളവരെ സന്തോഷിപ്പിക്കാനായിരിക്കാം, അല്ലെങ്കിൽ ആ ഒരു പേഴ്സൻ്റെ ഡിസിഷൻ റൈറ്റ് ആണെന്ന് കാണിക്കാനായിരിക്കാം, എന്ത് വേണമെന്നുണ്ടെങ്കിലും ആവാം. അവർ വളരെയധികം ഒരു
മറ്റൊരു ലൈഫിലൂടെ കടന്നു പോകുന്നു എന്ന് കാണിക്കാനായിട്ട് ശ്രമിച്ചിട്ടുള്ള ഒരു പേഴ്സണും കൂടിയാണ്. അവർ സമൂഹത്തിൻ്റെ മുമ്പിൽ ഒരു ഫേക്ക് ഫേസ് ഇട്ട് ആ ഒരു പുഞ്ചിരിയായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അതായത് അവരുടെ ഉള്ളെന്താണ് എന്നുള്ളത് അവരാരെയും അറിയിച്ചിട്ടില്ല. അവരുടെ ഒരു മൈൻഡ് എന്താണ്, അല്ലെങ്കിൽ അവരുടെ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത് എന്താണ് എന്നൊന്നും ആരെ അറിയിക്കാത്ത ഒരു പേഴ്സണാണ്. ഇപ്പോൾ നിങ്ങളിൽ നിന്ന് മാറി ഒരു തേർഡ് പാർട്ടിയോടൊപ്പം പോയിട്ടുള്ളൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടിയൊന്നും ഇവരൊരിക്കലും കുറ്റം പറഞ്ഞിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടിയെക്കുറിച്ചൊന്നും ആരോടും മോശമായിട്ട് പറയുകയോ അല്ലാന്നുണ്ടെങ്കിൽ എന്താ പറയുന്നത്, അങ്ങനെ ഒരു ബ്ലെയിമിംഗ് ഒന്നും ഇല്ലാതെ അവർ കുഴപ്പമില്ലാത്ത രീതിയിൽ പോകുന്നു എന്ന് കാണിക്കാനായിട്ട് ശ്രമിച്ചിട്ടുള്ള ഒരു പേഴ്സൻ്റെ എനർജി തന്നെയാണ്. പക്ഷേ ആ ഒരു എനർജിയിൽ നിന്നും ഇവിടെ ഷിഫ്റ്റ് കയറി വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ അതിനകത്തും മാറ്റം വന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ നേരത്തെയും പറഞ്ഞത്, ഈ ഒരു പേഴ്സണിൽ മാറ്റങ്ങൾ ഒരുപാട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവർ പതിയെ പതിയെ ഓരോ ലെവലിൽ നിന്ന് ട്രാൻസ്ഫോം ആയി വരുന്നുണ്ട് എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. ഇപ്പൊ ചിലവർക്ക് ഒരു സ്വഭാവമുണ്ട്. അവര് ഏതെങ്കിലും ഒരു വഴി തിരഞ്ഞെടുത്തു. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യം വേണ്ടാന്ന് വെച്ച് പോയതായിരിക്കാം. സൈലന്റ് ആയിട്ട് പോയതായിരിക്കും. എന്താണെന്നുണ്ടെങ്കിലും അവിടെ കുറച്ച് കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ഒക്കെ ആണെന്നുണ്ടെങ്കിലും അതൊന്നും ആരെയും അറിയിക്കരുത്. കാരണം അറിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ഈഗോ ഹേർട്ട് ആവുന്നത് കൊണ്ടായിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ ഈ നമുക്ക് പറ്റിയ തെറ്റ് ആരും തിരിച്ചറിയണ്ട എന്നുള്ളത് കൊണ്ടായിരിക്കാം. അതൊക്കെ മൂടി വെക്കുന്ന തരത്തിൽ ഉള്ള പേഴ്സൺസ് ഉണ്ട്. അപ്പോൾ എന്ന് പറയുന്നത് പോലെ ഈ ഒരു വ്യക്തി എന്താണ് അവരുടെ ലൈഫ് അതുമായിട്ട് ഇഴുകിച്ചേരാൻ, അവരുടെ മാനസികമായിട്ട് കുറച്ച് ആഹ് നല്ല രീതിയിലല്ല, അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. അവർക്കൊരു തിരിച്ചറിവ് വന്ന് നിൽക്കുന്ന ഒരവസ്ഥയൊക്കെ ആണെന്നുണ്ടെങ്കിലും അവർ വളരെ ഒരു ഹൈഡിങ് എനർജിയിൽ കുറച്ചൊരു മിസ്റ്ററി ആയിട്ട് പോയിട്ടുള്ളൊരു വ്യക്തിയാണ്. പുറമേ നിന്ന് കാണുന്ന വ്യക്തികൾക്ക് ചിലപ്പോൾ ഇവരുടെ തേർഡ് പാർട്ടിയോടൊപ്പം ഉള്ള ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടിക്ക് പോലും ഇവർ അവരോടൊപ്പം ഹാപ്പി ആയിട്ട് പോകുന്നു എന്നുള്ള രീതിയിലായിരിക്കാം ഈ ഒരു പേഴ്സൺ അപ്പോഴൊക്കെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത്. അല്ലാന്നുണ്ടെങ്കിൽ അവർ ആ ഒരു നമ്മൾ പറയില്ല, ഒരു പ്രസരിപ്പ്, എന്തൂസിയാസം, ആ ഒരു രീതിയിൽ ഗോയിങ് വിത്ത് ദ ഫ്ലോ എന്ന് പറയുന്നത് പോലെ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. പക്ഷെ അങ്ങനെ പോയിട്ടും ഈ ഒരു പേഴ്സൺ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. ഇനിയിപ്പോൾ ചിലവരാണെന്നുണ്ടെങ്കിൽ അവരൊരു മോശം അവസ്ഥയിലാണെന്ന് നിങ്ങൾ അറിയണ്ടെന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. അവർ പറയണ്ട. ഞാനിപ്പോൾ അവരിൽ നിന്ന് മാറി നിന്നിട്ട് ഞാൻ ഭയങ്കര ദുഃഖിച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ എനിക്ക് വിഷമമാണെന്നൊന്നും അവരറിയണ്ട, ഞാൻ ഹാപ്പിയാണെന്ന് കരുതിക്കോട്ടെ എന്ന് വിചാരിച്ച് പർപ്പസ്ഫുള്ളി കാണിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അതിൽ നിന്നും ആ ഒരു പേഴ്സൺ ഇപ്പോൾ മാറ്റം വന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ ഈ പറഞ്ഞ സ്റ്റേജ് എന്ന് പറയുന്നത് നോർമലി ഒരു വ്യക്തി സാധാരണമായിട്ട് ചില കാര്യങ്ങളിലൊക്കെ പെടുമ്പോൾ ചിന്തിക്കുന്നൊരു അവസ്ഥയാണെന്ന് പറയാം. കുറച്ചും കൂടി നമ്മൾക്കൊരു മെച്യൂർ ലെവൽ, അല്ലെങ്കിൽ കുറച്ചും കൂടി നമ്മളൊന്ന് കടന്ന് ചിന്തിക്കുമ്പോൾ, അല്ലെങ്കിൽ കുറച്ചും കൂടി നമുക്കൊരു പക്വത വരുമ്പോഴത്തേക്കും നമ്മളുടെ ആ ഒരു മെന്റാലിറ്റിയിൽ മാറ്റം വരും. പിന്നെ നമുക്ക് ആരെയും ഒന്നും പ്രത്യേകിച്ച് ബോധ്യപ്പെടുത്തേണ്ടതായിട്ട് വരില്ല. ആരെയും ഒന്നും നമ്മൾ സന്തോഷമാണെന്നോ സങ്കടമാണെന്നോ അല്ലെങ്കിൽ മറ്റുള്ളവർ എന്ത് വിചാരിക്കുന്നു ആ ഒരു ലെവലിൽ നിന്നൊക്കെ കടന്ന് നമുക്ക് കുറച്ചും കൂടി മനസ്സിന് ഒരു പക്വത കൈവരിക്കുന്ന ഒരു ലെവലുണ്ട്. അപ്പോൾ എന്ന് പറയുന്ന പോലെ ഇവിടെ ഈ ഒരു പേഴ്സണും നല്ല രീതിയിലുള്ളൊരു മാറ്റം സംഭവിച്ചിട്ടുണ്ട്. അവരുടെ മനസ്സിലുള്ള മുറിവുകൾ, അല്ലെങ്കിൽ അവർ എന്തൊക്കെയാണ് ഓർത്താണ് വിഷമിക്കുന്നത്, അതെല്ലാം ഹീലാവാനായിട്ട് ഈ ഒരു പേഴ്സൺ ശ്രമിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ അവർക്ക് കുറച്ചും കൂടി ആ ഒരു സ്പിരിച്വൽ കണക്ഷനിലേക്ക് പതിയെ പതിയെ ഒരു വ്യക്തി വന്നിട്ടുണ്ടെന്ന് പറയാം. ഇപ്പോൾ ചിലരെ സംബന്ധിച്ച് പറയുമ്പോൾ ലൈഫിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ, സ്ട്രഗിൾസ് ഒക്കെ വരുമ്പോഴാണ് അവർ ഒരു മാർഗ്ഗവും രക്ഷയില്ലാതെ ആകുമ്പോഴത്തേക്കും കൂടുതൽ സ്പിരിച്വൽ വേയിലേക്ക് പോകുന്ന ആൾക്കാരുണ്ട്. ചിലവർ നേരത്തെ തന്നെ ദൈവവിശ്വാസികളായിരിക്കാം. പക്ഷേ എങ്കിലും അതിൻ്റെ നെക്സ്റ്റ് ലെവലിലേക്ക് കടക്കാനായിട്ട് അവർക്ക് കഴിയുന്ന ഒരു സന്ദർഭമുണ്ട്. ഒരുപക്ഷേ ഈ ഒരു വ്യക്തി മറ്റാർക്കെങ്കിലും വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഈ ഒരു തേർഡ് പാർട്ടിക്ക് വേണ്ടിയിട്ട് ചിലപ്പോൾ സാക്രിഫൈസ് ചെയ്ത് നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ പോലും അതിൽ നിന്നൊക്കെ ഒരുപാട് മുന്നോട്ട് പോകാനായിട്ട് ഈ ഒരു പേഴ്സണ് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാം, അവരുടെ ലൈഫിൽ അവർക്ക് വേറെ അവസരങ്ങൾ വന്നിട്ടുണ്ട്. മുന്നോട്ട് പോകാനുള്ള കാര്യങ്ങൾ അവരുടെ ലൈഫിൽ തേടി വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണ് മറ്റുള്ളവരുടെ ഹെൽപ്പ് കിട്ടിയിട്ടുണ്ടാവാം, സപ്പോർട്ട് കിട്ടിയിട്ടുണ്ടാവാം. പക്ഷേ എന്തൊക്കെ കിട്ടിയിട്ടും ഈ ഒരു പേഴ്സൺ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല. അല്ലെങ്കിൽ അവരുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് അവർക്കൊരു ഒറ്റപ്പെടൽ നല്ല രീതിയിൽ അനുഭവിക്കുന്നുണ്ട്. നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ അവർ ആ ഒരു രീതിയിൽ മുന്നോട്ട് പോകാൻ, അല്ലെങ്കിൽ പ്രസൻറ്റ് എന്താണോ അതിൽ കഴിഞ്ഞത് കഴിഞ്ഞു എന്നുള്ള രീതിയിൽ പ്രസൻറ്റിൽ എൻജോയ് ചെയ്ത് പോകാൻ ശ്രമിച്ചിട്ടാണെന്നുണ്ടെങ്കിലും അതിനും ആ ഒരു വ്യക്തിക്ക് നടക്കാത്ത ഒരവസ്ഥയാണ്. അതായത് എല്ലാ ഓപ്ഷനും ഇല്ലാതെ ആയിട്ടല്ല, ഒരുപാട് ഓപ്ഷൻസും കാര്യങ്ങളും അവരുടെ ലൈഫിൽ ഉണ്ടായിട്ടും, അല്ലെങ്കിൽ പല രീതിയിലുള്ള സപ്പോർട്ട് കിട്ടിയിട്ടും ഒന്നും ഈ ഒരു പേഴ്സണ് സാറ്റിസ്ഫൈഡ് ആവാനായിട്ട് കഴിയുന്നില്ല. അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു ഒറ്റപ്പെടൽ, ആ ഒരു ലോൺലിനെസ് ഈ ഒരു പേഴ്സൺ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്കിവിടെ കാണാം. അപ്പോൾ ഈ ഒരു ലോൺലിനെസ്സിൽ ഈ ഒരു പേഴ്സണ് തീർച്ചയായിട്ടും നിങ്ങളെ തന്നെയാണ് അവർ ചിന്തിക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ നിങ്ങളുമായിട്ട് മാറി നിൽക്കേണ്ടി വന്ന ഒരു സാഹചര്യം, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ എടുത്തൊരു തീരുമാനമായിരിക്കാം. എന്താണെന്നുണ്ടെങ്കിലും അവരുടെ അപ്പോഴത്തെ ഒരു ലൈഫുമായിട്ട് അവർ പൊരുത്തപ്പെട്ട് പോകാൻ ശ്രമിച്ചിട്ടുണ്ട്. സന്തോഷം അഭിനയിച്ച് നിന്നിട്ടുണ്ട്. മറ്റുള്ളവരുടെ മുമ്പിൽ ഹാപ്പിയാണെന്ന് കാണിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇതൊക്കെ ചെയ്തിട്ടും അവരുടെ ലൈഫ് അവരാഗ്രഹിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ അവരുടെ മനസ്സിന് ഒരു സന്തോഷം കിട്ടുന്ന രീതിയിൽ മുന്നോട്ട് പോകുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ഒറ്റപ്പെടലിൽ അവർക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്, നിങ്ങൾ വന്ന് ചേരുമ്പോഴാണ് എന്തൊക്കെ ചോയ്സ് ഈ ഒരു പേഴ്സൻ്റെ ലൈഫിലുണ്ട്, അല്ലെങ്കിൽ എന്തൊക്കെ അവൈലബിലിറ്റി അവർക്ക് കിട്ടിക്കഴിഞ്ഞാലും ഈ ഒരു പേഴ്സൺ എൻ്റെ ലൈഫിലുണ്ടെങ്കിലേ എനിക്ക് ഹാപ്പി ആയിട്ട് ഇരിക്കാൻ സാധിക്കൂ
അല്ലെങ്കിൽ എൻ്റെ ലൈഫിൽ ഒരു അർത്ഥം ഉണ്ടാവുമോ എന്ന് നമ്മൾ പറയുന്ന പോലെ ആ ഒരു പേഴ്സൺ ചിന്തിക്കുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ബന്ധനത്തിലായിരുന്നു. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് നമ്മളുടെ ഒരു റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ നമുക്ക് ഒരു ബന്ധനമായിട്ട് വരാറുണ്ട്. നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും ചില ചില കാര്യങ്ങൾ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൊണ്ടുപോകാൻ പറ്റാത്ത സിറ്റുവേഷൻ ഉണ്ടാവാറുണ്ട്. ആഗ്രഹമുണ്ട്, താല്പര്യമുണ്ട്, അല്ലാതെ വേണ്ടാന്ന് വെച്ചിട്ടല്ല. പക്ഷേ നമ്മളുടെ സമയം അല്ലെങ്കിൽ നമ്മളുടെ സിറ്റുവേഷൻ, നമുക്ക് ചുറ്റുമുള്ള വ്യക്തികൾ അതിന് സമ്മതിക്കാതെ വരുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അതിൽ നിന്ന് പുറത്ത് കടക്കാനായിട്ട് ഈ ഒരു പേഴ്സൺ നല്ലതുപോലെ ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ ശ്രമിക്കുന്നുണ്ട് എന്ന് തന്നെ പറയാം. കാരണം ഇവർക്ക് വേണ്ടതും ആ ഒരു ഫ്രീഡമാണ്. ഇപ്പോൾ ആ ഒരു ഫ്രീഡം ഇല്ലായ്മ കൊണ്ടായിരിക്കാം ചിലപ്പോൾ അവർ ഒരു സ്ഥലത്ത് തളച്ചിട്ടപ്പെട്ടതുപോലെ ആയിപ്പോയിട്ടുണ്ടാകുന്നത്. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ അവരെന്താണ് എന്ന് അവർക്കിപ്പോൾ റിയലൈസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അവരുടെ ഒരു പവർ എന്താണ് എന്ന് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളതാണ്. അവർക്ക് ആ കുറച്ചും കൂടി ആ ഒരു സ്പിരിച്വൽ കണക്ഷൻ അല്ലെങ്കിൽ ആ ഒരു മാർഗ്ഗത്തിലേക്ക് അവർ തിരിഞ്ഞു പോകുന്നത് കൊണ്ടായിരിക്കും അവർക്ക് പല കാര്യങ്ങളും മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കുന്നത്. അവർ കുറച്ചും കൂടി ഒന്ന് കോൺഫിഡൻസ് ആയിട്ടുണ്ട്. അല്ലെങ്കിൽ ആ ഒരു കോൺഫിഡൻസ് ലെവൽ കൂടിയിട്ടുണ്ട് എന്ന് തന്നെ പറയാം. അപ്പോൾ അവരുടെ ഒരു സിറ്റുവേഷനിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ പോലും നിങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ നമുക്ക് അവിടെയും കാണാം. അതായത് ഈ ഒരു പേഴ്സൺ എന്തെല്ലാം കാര്യങ്ങളുണ്ടായിട്ടും അവർക്ക് ഹാപ്പി ആയിട്ട് ഇരിക്കാൻ അല്ലെങ്കിൽ അതിനകത്ത് എൻഗേജ് ചെയ്തിരിക്കാൻ പറ്റാത്തത് തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു മിസ്സിംഗ് അവർക്കുള്ളത് കൊണ്ടാണ്. അല്ലെങ്കിൽ ഈ ഒരു കാര്യത്തിന് അവരുടെ മനസ്സ് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കൊണ്ടാണ്. അല്ലെങ്കിൽ അവരുടെ ഒരു സോള് തീർച്ചയായിട്ടും നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് കാണാം. നിങ്ങളുടെ ഒരു കണക്ഷന് ഒരുപാട് പ്രത്യേകത ഉള്ളതായിട്ട് തന്നെ ഈ ഒരു പേഴ്സൺ കാണുന്നുണ്ട്. അല്ലെങ്കിൽ പതിയെ പതിയെ ഗ്രാജുവലി അത് അവർക്കുള്ള ഒരു തിരിച്ചറിവായിരിക്കാം. എത്രത്തോളം ആത്മാർത്ഥമാണ്. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ കൂടെ ഉള്ളതിനേക്കാളും ഒരു വ്യക്തിയോടുള്ള സ്നേഹം, ഇഷ്ടം, താല്പര്യമൊക്കെ നമ്മൾ അവരുമായിട്ട് അകന്നിരിക്കുമ്പോഴായിരിക്കും കൂടുതൽ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. അടുത്തുള്ളപ്പോൾ ചിലപ്പോൾ വാല്യൂ ഉണ്ടാവണമെന്നില്ല. എപ്പോഴും ഈസിലി അവൈലബിൾ ആയിട്ടുള്ള ഒരു കാര്യത്തിന് പെട്ടെന്ന് വാല്യൂ ഉണ്ടാവില്ല. നമ്മളുടെ ആ ഒരു ആഹ്, എന്താ പറയുന്ന ഒരു വ്യക്തിയുടെ ലൈഫിൽ ഉള്ളൊരു ക്വാളിറ്റിയും കൂടിയാണ് ഈസിലി അവൈലബിൾ ആവാതിരിക്കുക എന്നുള്ളത്. ഇപ്പോൾ നിങ്ങൾ 24 ഹവേഴ്സ് ഈ ഒരു പേഴ്സൻ്റെ പുറകെ നടന്നിട്ടുള്ള ഒരു വ്യക്തിയാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഇവരെ തന്നെ ചുറ്റിപ്പറ്റി നടന്നിരുന്ന പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്നേഹക്കൂടുതൽ കൊണ്ടാണെന്നുണ്ടെങ്കിലും അവർക്കതൊരു ശല്യമായിട്ടേ തോന്നുള്ളൂ. അല്ലെങ്കിൽ എപ്പോഴും അലോസരപ്പെടുത്തുന്ന ഒരു കാര്യമായിട്ട് ചിലപ്പോൾ തോന്നിയേക്കാം. പക്ഷേ അങ്ങനെയുള്ള ഒരു പേഴ്സൺ മാറി നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ഒരു ഡിസ്റ്റൻസ് വരുമ്പോഴാണ് ഓരോരോ കാര്യങ്ങൾ അവരവരായിട്ട് ഓർത്തിരിക്കുന്നത്. നമുക്ക് ഒരു കാലത്ത് ഏറ്റവും ശല്യമാണ് അല്ലെങ്കിൽ നമുക്ക് ഡിസ്റ്റർബിംഗ് ആണ് എന്ന് തോന്നുന്ന കാര്യം നമ്മളിലേക്ക് ഇല്ലാണ്ടാവുമ്പോഴാണ് നമുക്കത് മിസ് ചെയ്യാനായിട്ട് തുടങ്ങുന്നതെന്ന് പറയാറുണ്ട്. എന്ന് പറഞ്ഞ പോലത്തെ ഒരു അവസ്ഥയും കൂടി ആയിരിക്കും. ഇപ്പോൾ ചില റിലേഷൻഷിപ്പിൽ നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന ഒരു കാര്യമാണ്. ചിലപ്പോൾ ഒരാൾക്ക് ആദ്യമേ വലിയൊരു ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടാവണമെന്നില്ല. ഒരു റിലേഷൻഷിപ്പിലേക്ക് വരാനോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു വ്യക്തിയായിട്ട് അങ്ങനെ കണക്റ്റ് ആവാനോ താല്പര്യമില്ലാത്ത ഒരാളെ നിർബന്ധിച്ച് ഒരുപാട് വാഗ്ദാനങ്ങൾ കൊടുത്ത് അല്ലാന്നുണ്ടെങ്കിൽ ലോകത്തില്ലാത്ത സ്നേഹം മുഴുവൻ കൊടുത്ത് അവരതിലേക്ക് കൊണ്ടുവരും. അങ്ങനെ ആ ഒരു പേഴ്സൺ പതിയെ പതിയെ ഇവരുമായിട്ട് ഒരു റിലേഷൻഷിപ്പ് എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് ഒരു അഡിക്ഷൻ ആയിട്ട് മാറുക. അതായത് ഒരു മരുന്ന് പോലെയായിട്ട് മാറുന്ന ഒരവസ്ഥ വരാറുണ്ട്. അങ്ങനെ ഇവർ അതിനകത്തേക്ക് കൊണ്ടുവന്ന് നിർത്തി കഴിയുമ്പോഴത്തേക്കും നേരത്തെ 24 ഹവേഴ്സ് ഈ ഒരു പേഴ്സണിന് വേണ്ടിയിട്ട് അവൈലബിൾ ആയിട്ടുള്ള വ്യക്തിയായിരിക്കണം. പക്ഷേ ഈ ഒരു വ്യക്തി അടുത്തു അല്ലെങ്കിൽ അവരിനി നമ്മളെ വിട്ട് പോകില്ല എന്ന് കാണുമ്പോൾ ഇവർ ഈ ഒരു ഈസിലി അവൈലബിൾ ആയിട്ടുള്ള ഒരു സംഗതിയും കൂടെ മാറ്റി ഇവർക്ക് തിരക്ക് വരാൻ തുടങ്ങും. ചിലവർക്കത് ഓട്ടോമാറ്റിക്കലി വരുന്നതാണ്. പക്ഷേ ചിലവരാണെന്നുണ്ടെങ്കിൽ അത് പർപ്പസ്ഫുള്ളി ചെയ്യുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പേഴ്സൺ പഴയതുപോലെ അവൈലബിൾ ആവാതിരിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇതിനകത്തേക്ക് വന്ന അല്ലെങ്കിൽ ഇതിനകത്തേക്ക് ആരെയാണോ കൊണ്ടുവന്നത് ആ ഒരു വ്യക്തി ഒരുപാട് ഫീൽ ചെയ്യും അല്ലെങ്കിൽ ഒരുപാട് സഫറിങ്സ് അനുഭവിക്കും. കാരണം അവരെ പറഞ്ഞ് മയക്കി നമ്മൾ കൊണ്ടുവരിക എന്നൊക്കെ പറയുന്നത് പോലെയാണ് ഇതിനകത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ടാവുന്നത്. ചിലർക്കാണെന്നുണ്ടെങ്കിൽ ആരംഭശൂരത എന്നൊക്കെ പറയുന്നത് പോലെ ഇനിഷ്യലി ഉള്ള ആ ഒരു അട്രാക്ഷൻ അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ എൻ്റേതാണെന്ന് വരുത്തിയെടുക്കണം അല്ലെങ്കിൽ ഞാൻ വിചാരിച്ചതുപോലെ അവരെന്നിലേക്ക് ആക്കിയെടുക്കണം എന്നുള്ള ആ ഒരു ഇൻറ്റൻഷനോട് കൂടി ഇങ്ങനെ ചെയ്യാറുണ്ട്. പിന്നെ ഇവർ പോവില്ല എന്ന് അല്ലെങ്കിൽ അവർക്കൊരിക്കലും ഇവരെ വിട്ട് പോകാൻ കഴിയില്ല എന്ന് പറയുമ്പോഴത്തേക്കും അത് മുതലെടുക്കുന്ന വ്യക്തികളുണ്ട്. അത് ഓരോരുത്തരുടെയും ജീവിത സാഹചര്യങ്ങൾ അനുസരിച്ച് വ്യത്യസ്തമാണ്. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും നമ്മളവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ ഈസി ആയിട്ട് എല്ലാവർക്കും അവൈലബിൾ ആവാതിരിക്കുക. എപ്പോഴാണെന്നുണ്ടെങ്കിലും അങ്ങനെ അവൈലബിൾ ആയിട്ടിരിക്കുന്ന ഒരു പേഴ്സണ് യാതൊരു വിലയും അവരുടെ ലൈഫിൽ ഉണ്ടാവില്ല എന്നുള്ളതാണ്. മാത്രമല്ല നമ്മുടെ ലൈഫിൽ ആരെങ്കിലും അങ്ങനെ എപ്പോഴും നമുക്ക് അവൈലബിൾ ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ സന്തോഷം, നല്ല കാര്യം. പക്ഷേ അത് ലൈഫ് ലോങ് ഉണ്ടാവും എന്ന് പ്രതീക്ഷിച്ച് നമ്മൾ അത് അടിയുറച്ച് വിശ്വസിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യരുത്. ഇതുപോലെ തന്നെയായിരിക്കും എപ്പോഴും ഈ ഒരു പേഴ്സൺ എനിക്ക് ഈസിലി അവൈലബിൾ ആണ് എന്നുള്ള രീതിയിൽ നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ നാളെ അവർക്ക് അതിനകത്തൊരു മാറ്റം വരുമ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സണ് അത് ഓവർകം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടുന്ന 2 കാര്യങ്ങളാണത്. അപ്പോൾ ഇവിടെയാണെന്നുണ്ടെങ്കിലും നമ്മളിത് പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ഈ ഒരു അകൽച്ചയിൽ നിന്നാണ് പല പല കാര്യങ്ങൾ അവരുടെ ലൈഫിലേക്ക് അവർക്ക് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത്. ഇവിടെ നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ അവർ ഹാപ്പിയാണെന്ന് കാണിക്കാൻ അല്ലെങ്കിൽ ഒരു ഫേസ് മാസ്ക് ഇട്ട് മുന്നോട്ട് പോകാനൊക്കെ തീരുമാനിച്ചൊരു വ്യക്തിയാണ്. അവരുടെ അപ്പോഴത്തെ ഒരു ലൈഫ് എന്താണോ അതുമായിട്ട് പൊരുത്തപ്പെട്ട് പോകാനായിട്ട് ശ്രമിച്ച വ്യക്തിയാണ്. പക്ഷെ പിന്നെയും
അവർ വിചാരിക്കുന്നിടത്ത് കാര്യങ്ങൾ നിൽക്കുന്നില്ല. ഒറ്റപ്പെടലും കാര്യങ്ങളൊക്കെ അനുഭവപ്പെടുന്നു. നിങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഓർമ്മ വരുന്നുണ്ട്. അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ എന്തിനകത്താണോ മുങ്ങിക്കിടന്നത് അതിൽ നിന്ന് പുറത്തേക്ക് വരാനായിട്ട്, അല്ലെങ്കിൽ ആ ഒരു ഫ്രീഡത്തിലേക്ക് വരാനായിട്ട് അവർ ആഗ്രഹിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ കറൻറ്റ്ലി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ റിസ്ക് എടുക്കാനായിട്ട് തയ്യാറായിട്ട് നിൽക്കുന്നൊരു മാനസികാവസ്ഥയാണ്. ആ ഒരു ഓൾഡ് പാറ്റേൺ എന്താണോ അത് ബ്രേക്ക് ചെയ്യാനായിട്ട് ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് അവരുടെ ലൈഫിൽ. നമുക്കത് കാണാം. തീർച്ചയായിട്ടും ഇവരവിടെ ആക്ഷൻ എടുക്കുന്നതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അതായത് ഈ ഒരു പേഴ്സണ് തന്നെ അവരുടെ ഒരു സ്ട്രെങ്ത് തിരിച്ചറിഞ്ഞ്, അല്ലെങ്കിൽ അവരെന്താണ് എന്നുള്ളൊരു കാര്യം നല്ലതുപോലെ അവർക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്ന ഒരു സമയമായിട്ട് നമുക്കിവിടെ കാണാം. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഒരു ഒറ്റപ്പെടൽ കാര്യങ്ങളൊക്കെ നികത്തിയെടുക്കാനായിട്ട്, അല്ലെന്നുണ്ടെങ്കിൽ അവർക്കൊരു ഹാപ്പിനെസ് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ അവരുടെ ഒരു പെർഫെക്റ്റ് പാർട്ട്ണർ, അല്ലെങ്കിൽ ആ ഒരു സോൾ കണക്ഷൻ ഉള്ളത് നിങ്ങളോടാണ്. അത് അവർക്ക് വേണ്ടാന്ന് വെക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അപ്പോൾ അവരുടെ സിറ്റുവേഷൻ നല്ല രീതിയിൽ മെച്ചപ്പെടണം എന്ന് ആ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ മെച്ചപ്പെടണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ഇപ്പോഴത്തെ ഈ ഒരു സിറ്റുവേഷൻ ഒരു ചേഞ്ച് വരുത്തണം. ആ ഒരു ചേഞ്ച് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു ഓൾഡ് പാറ്റേൺ പൊട്ടിച്ചെറിയുക എന്നുള്ളതാണ്. അവർ വളരെയധികം കോൺഫിഡൻസോടുകൂടി മുന്നോട്ട് വരാനായിട്ട് ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട്. ആ ഒരു എനർജിയാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് കഴിയുന്നത്. ഇപ്പോൾ അവരുടെ ഒരു സിറ്റുവേഷനിൽ പോലും നമുക്ക് നിങ്ങളുടെ ഒരു സാന്നിധ്യം കാണാൻ കഴിഞ്ഞു. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ഓവറോൾ എനർജി ആയിട്ട് നോക്കാം. അവർക്ക് ഇപ്പോൾ നിങ്ങളോടുള്ള ആ ഒരു മെയിൻ ഫീലിംഗ് എന്താണ് എന്നുള്ളത്. ഓക്കെ, നമുക്ക് എടുത്തപ്പോൾ തന്നെ വന്നത് ഈസ് ഓഫ് കപ്സ് ആണ്. അപ്പോൾ ഇനി നമ്മൾ വേറെ എനർജിയിലേക്ക് പോകേണ്ട ആവശ്യം പോലുമില്ല. നിങ്ങളോട് അവർക്ക് അൺകണ്ടീഷണൽ ലവ് തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത് തോന്നുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇത്രയും നേരം പറഞ്ഞ ആ ഒരു കാര്യം അതേപടി നമുക്ക് ശരിവെക്കുന്ന രീതിയിലാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങളോട് ഒരുപാട് സ്നേഹം ഈ ഒരു പേഴ്സണ് തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവർ ആ ഒരു ചങ്ങല പൊട്ടിച്ചെറിഞ്ഞ് മുന്നോട്ട് വരാനായിട്ട് ആഗ്രഹിക്കുന്നത്. അവരുടെ ഒരു സിറ്റുവേഷൻ മാറണം, അല്ലാന്നുണ്ടെങ്കിൽ അവരെന്തൊക്കെ ചെയ്തിട്ടും അവരുടെ ഒരു സാഹചര്യം നല്ലതുപോലെ എൻജോയ് ചെയ്യാനായിട്ട് ആ ഒരു പേഴ്സണ് കഴിയുന്നില്ല. അത് നമ്മൾ പറഞ്ഞതുപോലെ അവർക്ക് ഒരുപാട് ചോയ്സ് കിട്ടുന്നുണ്ട്. അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ ഒരുപാട് അവർക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ട് പോലും ആ ഒരു പേഴ്സണ് നല്ല രീതിയിൽ ലൈഫ് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്ന പോലെ നിങ്ങളോടുള്ള സ്നേഹവും അതിനൊരു കാരണം തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ആ ഒരു പേഴ്സണ് അകന്ന് നിൽക്കുന്നൊരു സാഹചര്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങളോട് നല്ലതുപോലെ ഒരു ഇമോഷണലി കണക്റ്റ് ആണ് എന്ന് നമുക്കിപ്പോൾ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നിങ്ങളുമായിട്ട് റെസൊനേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു സെപ്പറേഷൻ ഫേസിൽ ഭൂരിഭാഗം വ്യക്തികളും അവർ തിരിച്ചു വരാൻ, അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ഒരു സ്ട്രോങ് ബോണ്ടിങ്ങിലൊക്കെ പോകാനായിട്ട് ആഗ്രഹിക്കുന്നവരായിരിക്കും. ചിലർ മൂവ് ഓൺ ചെയ്ത് പോയിട്ടുണ്ടാവാം. അപ്പോൾ ആ ഒരു റിലേഷൻഷിപ്പ് സ്റ്റേബിൾ ആവണം, അല്ലെങ്കിൽ അതിനകത്തൊരു സ്ട്രോങ് ബോണ്ടിങ് വേണം എന്ന് ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും അതിനായിട്ട് തന്നെ ക്ലെയിം ചെയ്യുക. നിങ്ങളുടെ തടസ്സങ്ങൾ മാറ്റി തരാനായിട്ട് നിങ്ങൾ യൂണിവേഴ്സിനോട് പറയുക. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.